എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് SCERT സോഷ്യൽ സയൻസിൻ്റെ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അധ്യായം 1, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകമാണ് നവോത്ഥാനം. നവോത്ഥാനത്തിൻ്റെ ഫലമായി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ ശാസ്ത്ര പുരോഗതിയെ തുടർന്ന് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ജ്ഞാനോദയം. നവോത്ഥാനത്തിൻ്റെ ഫലമായി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ ശാസ്ത്ര പുരോഗതിയെ തുടർന്ന് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ജ്ഞാനോദയം. ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ച ആശയങ്ങൾ: സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ച ആശയങ്ങൾ: സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. അടുത്തത് ഒരു ഉദ്ബോധനം എന്ന കുമാരനാശാൻ്റെ കവിതയിലെ ഒരു 4 വരിയാണ്: സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇതൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 18ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയോടെ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. എന്താണ്? 18ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടിസ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടിസ്. ഭരണപരമായും സാമ്പത്തികപരമായും സൈനികമായും ഒരു രാജ്യം നിയന്ത്രണം സ്ഥാപിച്ച പ്രദേശം അറിയപ്പെടുന്നതാണ് കോളനി. ഭരണപരമായും സാമ്പത്തികമായും സൈനികമായും ഒരു രാജ്യം നിയന്ത്രണം സ്ഥാപിച്ച പ്രദേശം അറിയപ്പെടുന്നതാണ് കോളനി. കോളനികളിൽ നിയന്ത്രണം സ്ഥാപിക്കുന്ന രാഷ്ട്രമാണ് കൊളോണിയൽ മേധാവി. കോളനികളിൽ നിയന്ത്രണം സ്ഥാപിക്കുന്ന രാഷ്ട്രമാണ് കൊളോണിയൽ മേധാവി. വടക്കേ അമേരിക്കയിലെ ആകെ കോളനികളുടെ എണ്ണം 13. വടക്കേ അമേരിക്കയിലെ ആകെ കോളനികളുടെ എണ്ണം 13 എണ്ണമാണ്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തിനെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷുകാരനാണ് അവിടെ കോളനികൾ സ്ഥാപിച്ചത്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷുകാരനാണ് അവിടെ കോളനികൾ സ്ഥാപിച്ചത്. അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചവർ അറിയപ്പെട്ടതാണ് തീർത്ഥാടക പിതാക്കൾ. എന്നാണ്? അമേരിക്കയിലെ കോളനികൾ സ്ഥാപിച്ചവർ അറിയപ്പെട്ട പേരാണ് തീർത്ഥാടക പിതാക്കൾ അഥവാ പിൽഗ്രിം ഫാദേഴ്സ്. തീർത്ഥാടക പിതാക്കൾ. ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തിയ വർഷം 1492. ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തിയ വർഷം 1492. ഇന്ത്യയിലെ ജനങ്ങൾ എന്നു കരുതി വടക്കേ അമേരിക്കയിലെ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ച വ്യക്തിയാണ് ക്രിസ്റ്റഫർ കൊളംബസ്. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതി വടക്കേ അമേരിക്കയിലെ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ച വ്യക്തിയാണ് ക്രിസ്റ്റഫർ കൊളംബസ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കയിലെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കന്റിലിസം. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കയിലെ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം. മെർക്കന്റിലിസ്റ്റ് നിയമം അനുസരിച്ച് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കാവുന്ന ഉൽപ്പന്നങ്ങളാണ് പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. മെർക്കന്റിലിസ്റ്റ് നിയമം അനുസരിച്ച് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കാവുന്ന ഉൽപ്പന്നങ്ങളാണ് പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇറക്കുമതി ചുങ്കം നൽകേണ്ട വസ്തുക്കൾ: തേയില, ഗ്ലാസ്, കടലാസ്. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇറക്കുമതി ചുങ്കം നൽകേണ്ട വസ്തുക്കളാണ് തേയില, ഗ്ലാസ്, കടലാസ്. മെർക്കന്റിലിസ്റ്റ് നിയമം അനുസരിച്ച് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കാവുന്ന ഉൽപ്പന്നങ്ങളാണ് പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇറക്കുമതി ചുങ്കം നൽകേണ്ട വസ്തുക്കളാണ് തേയില, ഗ്ലാസ്, കടലാസ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരുന്നു, അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് പറഞ്ഞത് ജോൺ ആദംസ് ആണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരുന്നു, അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് പറഞ്ഞ ജോൺ ആദംസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ഒരു വിഭാഗം ജനങ്ങൾ അമേരിക്കയിലെ ബോസ്റ്റൺ തുറമുഖത്തിൽ നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 തേയിലപ്പെട്ടികൾ എത്രയാണ് 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ പ്രതിഷേധ സമരമാണ് ബോസ്റ്റൺ ടീ പാർട്ടി സമരം.
അത് നടന്ന വർഷം 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1774. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി സമരവും 1774 ഫിലാഡൽഫിയയിൽ വെച്ച് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനവും നടന്നു. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ജോർജിയ മാത്രമാണ്. 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം ഫിലാഡൽഫിയയിൽ വെച്ച്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് പങ്കെടുക്കാതിരുന്ന ഏക കോളനി ജോർജിയയാണ്. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1775 ഫിലാഡൽഫിയയിൽ വെച്ച്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസും രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസും സമ്മേളനം നടന്നത് ഫിലാഡൽഫിയയിൽ വെച്ചാണ്. ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തെരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ്. ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തെരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. കോമൺ സെൻസ് എന്ന ലഘുലേഖ എഴുതിയത് തോമസ് പെയിൻ. കോമൺ സെൻസ് എന്ന ലഘുലേഖ എഴുതിയത് തോമസ് പെയിൻ. നമുക്ക് കോമൺ സെൻസ് ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞപ്പം തല്ലി, അപ്പം നമുക്ക് പെയിൻ എടുത്തു, ആ ഒരു രീതി പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. തോമസ് പെയിൻ, കോമൺ സെൻസ്. അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന തീയതി 1776 ജൂലൈ 4. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന തീയതി 1776 ജൂലൈ 4. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ജോൺ ലോക്ക്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ജോൺ ലോക്ക് പറഞ്ഞതാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. തോമസ് പെയിൻ. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം കീഴടക്കണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. തോമസ് പെയിൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയതാണ് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച വർഷം 1781. ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച വർഷം 1781. ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടി 1783 പാരീസ് ഉടമ്പടി. ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടിയാണ് 1783 പാരീസ് ഉടമ്പടി. ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടി ഏതാണ്? 1783 പാരീസ് ഉടമ്പടി. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. ഇപ്പം ഇത്രയേ എടുക്കുന്നുള്ളൂ. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം മുതൽ അങ്ങോട്ടേക്കുള്ളത് അടുത്ത പാർട്ടായിട്ട് എടുക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.